കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ എന്റെ സാറിനെ വലിയൊരു ദുഃഖത്തിലേക്ക് തള്ളിയിട്ടെന്നൊരു തോന്നല്. ശ്രീലക്ഷ്മി, എന്താ ഇത്? ഇതൊക്കെ താൻ സ്വന്തമായിട്ട് ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങളാ. സാറിന് വിഷമമുണ്ടെങ്കിലും സാറിന് മാനേജ് ചെയ്തോളും. താൻ വിഷമിച്ചിരിക്കുന്നതാവും സാറിന് സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നത് തന്നെ ഇങ്ങോട്ട് വിടാൻ അനുവദിച്ചത് താനൊന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി അഥവാ താൻ പറയുന്ന പോലെ തന്നെ രവി സാർ ഡിപ്രഷനിലാണെങ്കിൽ താൻ വേണം ധൈര്യം കൊടുത്ത് കൂടെ നിർത്താൻ. എന്തായാലും ശ്രീലക്ഷ്മി ഇന്ന് ഒരു ദിവസത്തേക്ക് സാറിനോടൊന്നും സംസാരിക്കണ്ട. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കുക. അതുമാത്രമാ താനിപ്പോ ചെയ്യേണ്ടത്. താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു രവി സാറിനെ തനിക്ക് കിട്ടണമെങ്കിൽ താൻ ഓക്കെ ആയാലേ പറ്റൂ. വിഷമമുണ്ടെങ്കിലും അത് മറച്ചു പിടിക്കണമെന്നർത്ഥം. മറച്ചു പിടിച്ച് അഭിനയിക്കാം. പക്ഷെ ഒന്നെനിക്കറിയണം, എന്നെ കൊല്ലാൻ മറഞ്ഞിരുന്ന ആ കൊലയാളി ആര്? അമ്മേ, ഇനിയും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെ? ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുമല്ലേ? അമ്മ വാ, വന്നെന്തെങ്കിലും കഴിക്കേ, എന്നിട്ട് മരുന്ന് കുടിക്കേ. വാ. ജീവിതമേ മടുത്ത അവസ്ഥയിൽ എന്തിനാ മോനെ? പിന്നെ എന്തിനാ മരുന്നും ആഹാരവും ഒക്കെ? എന്റെ രവിയുടെ അവസ്ഥ നീയും കണ്ടതല്ലേ? അവന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കും? എന്നും അവന് സങ്കടങ്ങൾ മാത്രമേ ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. സംഭവിച്ചതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഉള്ളിൽ കിടപ്പുണ്ടാകും. എങ്കിലും ഇനി ഞാൻ കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങളുടെ കാര്യത്തില്. രണ്ടു പേരക്കുട്ടികളെ ഒരുമിച്ച് കാണാൻ യോഗമില്ല എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമായിരിക്കും. ഞാൻ ആദ്യം കാണേണ്ടതും തലോടേണ്ടതും നിന്റെ കുഞ്ഞിനെ ആവണമെന്നുള്ളതാവും വിധി. ഇനി എനിക്ക് രേഖമോളോടാ പറയാനുള്ളത്. ശ്രീലക്ഷ്മി മോൾക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്. ഇനി ഈ കുടുംബത്തിൽ വെളിച്ചം കാണാതെ ഒരു കുരുന്നും നമുക്ക് നഷ്ടപ്പെടരുത്. അമ്മ ജീവിച്ചിരിക്കുമ്പോ മക്കൾ നഷ്ടപ്പെടുന്ന വേദന ഇവിടെ ആർക്കും ഉണ്ടാകരുത്. അത് മരണത്തിന് തുല്യമാ. ഏറ്റവും വേദനയേറിയ മരണത്തിന് തുല്യം. ചേട്ടായി, ഞാൻ ഇവിടെ വന്ന് CCTV ഫുട്ടേജ് മുഴുവനും ചെക്ക് ചെയ്തു. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറിയതായി ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ സെക്യൂരിറ്റീസിനോട് ഞാൻ ചോദിച്ചു, അവര് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചേട്ടായി? രഘു, നീ മിണ്ടാതിരിക്ക. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം.
മോനെ രവി, എന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് അറിയില്ല. ഈശ്വര നിശ്ചയം മാറ്റാൻ നമുക്കാവില്ലല്ലോ. മോനെ രവി, നീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വയ്യ. ഒന്ന് പൊട്ടിക്കരയെങ്കിലും ചെയ്യ നീ. രവിചന്ദ്രവർമ്മൻ എന്ന ഞാൻ എന്നെ തന്നെ കൈവിട്ടു പോകുന്ന അവസരത്തിൽ പലപ്പോഴും ആശ്രയമായിട്ട് വന്നു നിൽക്കുന്ന എവിടെയാണ് നിന്റെ മുമ്പിൽ. ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് താൻ. എന്നാ തന്നേക്കാൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീലക്ഷ്മി പലപ്പോഴും. തനിക്ക് പകരമല്ല, താനായിട്ട് തന്നെ ശ്രീലക്ഷ്മിയെ കാണാൻ എനിക്കിഷ്ടം. രാജാന്തനിയും ശ്രീലക്ഷ്മി ഒന്നാണെന്ന് ശ്രീലക്ഷ്മി തന്നെ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പലവട്ടം തോന്നിയിട്ടുണ്ട്. ശരിക്കും താൻ തന്നെയാണോ ശ്രീലക്ഷ്മി? നിങ്ങൾ രണ്ടാളും ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇനി നിങ്ങൾ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക. ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ഈ ശ്രീലക്ഷ്മി എന്റെ കൂടെ ഇല്ല. ഒരാൾ എന്നേക്കുമായി എന്റെ കണ്ണെത്താത്ത ദൂരത്തേക്ക് പോയി. മറ്റൊരാൾ എന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അകന്ന് കഴിയേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നത്. മനസ്സിലെ ഒടുങ്ങാത്ത നീറ്റിലുമായി ഞാനിനി തനിച്ചാണോ ജീവിക്കേണ്ടത്? അങ്ങനെയൊക്കെ ഇനി എത്ര നാൾ? അങ്ങനെയാണ് ഇനി എന്റെ ജീവിതമെങ്കിൽ അത് എത്ര നാളായാലും ആർക്കും മുഖം കൊടുക്കാതെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. ശ്രീലക്ഷ്മി ഇല്ലാതെ ഈ മുറിക്ക് പുറത്തെനിക്ക് ജീവിക്കാനാവില്ല. അവളുടെ ഒരു വിളി ഉണ്ടാകുന്നത് വരെ ഞാൻ എന്നെ തന്നെ ഒളിപ്പിക്കുക. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമൊന്നും ഞാൻ തുറക്കുന്നില്ല. ഏതൊരാളെയും പോലെ ഒറ്റക്കാവുമ്പോ ഞാൻ ദുർബലനായി പോകും. തിരിഞ്ഞു നോക്കുമ്പോ കൂടെ ആരുമില്ലാത്തൊരവസ്ഥ. ഇനി എന്താണ്, എങ്ങനെയാണ്, ഒന്നും എനിക്കറിയില്ല. നിർജ്ജീവ
സജീവമായി ഞാൻ ഈ മുറിയിലുണ്ടാവും. ഒറ്റയ്ക്ക്. മോളെ, മോളിരിക്കേ. അച്ഛൻ പറയാൻ പോകുന്ന കാര്യം അതേ അർത്ഥത്തിൽ മോള് മനസ്സിലാക്കണം. കല്യാണം കഴിച്ച പെൺകുട്ടികളുടെ മേൽ അച്ഛനമ്മമാർക്കുള്ള അവകാശം വളരെ കുറവാണ്. ഭർത്താവാണ് അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എങ്കിലും ഞങ്ങൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ഞങ്ങളല്ല, എനിക്ക് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. വളച്ചുകെട്ടിയില്ലാതെ അച്ഛൻ മോളോട് കാര്യം പറയാം. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് മോളിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. ഞാൻ എങ്ങനെയെങ്കിലും പോയി രവി സാറിനോട് പറഞ്ഞ് അതിനുള്ള അനുവാദം വാങ്ങിച്ചോളാം. അച്ഛനെന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ പല പേടികളും സത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി മോളെ അങ്ങോട്ട് വിടുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല, വിശ്വാസവുമില്ല. അച്ഛന്റെ പേടി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ അച്ഛനോടൊരു കാര്യം പറയാം. ഞാൻ ജീവിക്കേണ്ടത് എന്റെ ഭർത്താവായ രവിസാറിന്റെ കൂടെയാ. രവിസാർ എവിടെയാണോ അവിടെയാ ഞാനും ഉണ്ടാവേണ്ടത്. അതാണ് അതിന്റെ ശരി. പിന്നെ ഈ അവസ്ഥയൊക്കെ ഉണ്ടായത് ദൈവത്തിന്റെ ഒരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മോളെ, നീ പറയുന്ന പോലെയല്ല കാര്യങ്ങള്. നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ദൈവമായിട്ടുണ്ടാക്കിയതാണോ അതോ മറ്റാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെയല്ല പലരും. പലരുടെയും കാര്യം എനിക്കറിയില്ല. പക്ഷെ ആ വീട്ടിലെ ഒരാളുടെ കാര്യം മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ രവിസാറിന്റെ. എനിക്ക് വിഷമാവുന്ന തരത്തിൽ അദ്ദേഹം ഒന്നും ചെയ്യില്ല, പ്രവർത്തിക്കില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നാ എനിക്കിപ്പോ വിശ്വാസമില്ല. അറിഞ്ഞുകൊണ്ട് നിന്നെ കുരുതി കൊടുക്കാൻ എനിക്കാവില്ല. നീ പറയുന്ന വിശ്വാസം എനിക്ക് എന്തെങ്കിലും ബോധ്യമാകുമ്പോ ഞാൻ മറിച്ച് ചിന്തിക്കാം. നീ ഇനി വർമ്മം വീട്ടിലേക്ക് പോകുന്നില്ല, അതാണ് എന്റെ തീരുമാനം. അച്ഛനെ നിന്ന് ഞാനും എന്റെ ഭർത്താവും രണ്ട് വീട്ടിൽ കഴിയാനാണോ അച്ഛൻ എന്നെ രവിസാറിന് വിവാഹം കഴിച്ചു കൊടുത്തത്? അച്ഛന്റെ തീരുമാനങ്ങളെ ഞാൻ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. എന്നെ എന്റെ ഭർത്താവിനെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കുണ്ട് തീരുമാനങ്ങൾ. ഞാൻ തിരികെ പോകും. അതില് അച്ഛന് വിഷമമൊന്നും തോന്നരുത്. ഇനി അച്ഛൻ വാശി പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ രാത്രി ഞാൻ ഇവിടുന്ന് പോവും. നിങ്ങൾ രണ്ടാളും നിർത്തിക്കേ. സംസാരിച്ച് നിങ്ങൾ ഏത് വഴിക്കായി പോകുന്നത്? ഇമ്മാതിരി സംസാരം ഈ വീട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പിന്നല്ലാതെ അമ്മ തന്നെ പറ, ഞാൻ ജീവിക്കേണ്ടത് അവിടെയാണോ ഇവിടെയാണോ? അവിടെ തന്നെയാ. ഇവിടെ ആർക്കും അതിനൊരു സംശയവും ഇല്ല.
നിനക്കറിയാലോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ അച്ഛന് വട്ടളകാറുണ്ടെന്ന്. അത്രേ ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളൂ. നീ മുറി കയറി പോവാൻ നോക്ക്. ചെല്ല്. നിങ്ങൾക്ക് എന്താ ശ്രീടച്ച? മോളെ കൊണ്ട് അത്രയും പറയിപ്പിച്ചപ്പോ നിങ്ങക്ക് സമാധാനമായല്ലോ. അവള് പറഞ്ഞതല്ലേ അതിന്റെ ശരി? എന്ത് ശരി? നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഒന്നും അറിയാതെ. എനിക്കൊന്നും അറിയണ്ട. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഓരോന്നാലോചിച്ച് മനസ്സിൽ വെച്ച് സംസാരിച്ച് സ്വന്തം മോളുടെ മുന്നിലേ സ്വന്തം വില കളയരുത്. എനിക്കത്ര പറയാനുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ മനുഷ്യന്? അമ്മേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. നീ ചെന്ന് എല്ലാവരോടും വരാൻ പറ. ശരി അമ്മേ. രവി എവിടെ? അമ്മയും ചേട്ടാ ഇന്നലെ വന്നപ്പോ മുതല് നന്ദിനി അമ്മയുടെ മുറിയില്ല. ഈ സമയം വരെ പുറത്തു വന്നിട്ടില്ല. ഞാൻ കുറെ വിളിച്ചു നോക്കി, വിളി പോലും കേൾക്കുന്നില്ല. അവന്റെ മനസ്സിന് അത്രമേൽ മുറിവേറ്റിട്ടുണ്ട്. അതാ ആർക്കും മുഖം കൊടുക്കാതെ അവൻ. അത് പതിവുള്ളതല്ലേ? അമ്മ ചെന്നൊന്ന് വിളിക്കേ. അമ്മ വിളിച്ച ചേട്ടായി വരും. വാ അമ്മേ. മോനെ രവി, രവി, മോനെ രവി, രവി വാതിൽ തുറക്കും മോനെ. അമ്മയാ വിളിക്കുന്നത്. മോനെ രവി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരി അമ്മയാണല്ലോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ. ഈ ഭവനത്തിലേക്കുള്ള അമ്മയുടെ ആദ്യ കാൽവയ്പ്പിന് മണ്ഡലകാലത്തിലെ ഈ സൂര്യപ്രകാശം സാക്ഷി. ദിനം പ്രതിയുണ്ടാകുന്ന അപായങ്ങൾ, അതുമൂലമുണ്ടാകുന്ന കണ്ണുനീരുകൾ എല്ലാം അമ്മ കാണുന്നുണ്ട്. ഈ കുടുംബത്തിൽ കുടികൊണ്ടതോ വന്നു കയറിയതോ ആയ പ്രശ്നങ്ങളിൽ ഒരു തീർപ്പ്. അതിനാണ് ഇനി ശ്രമിക്കേണ്ടത്. ആ തീർപ്പിൽ സ്വന്തമെന്ന് കരുതുന്ന പലരും മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. രക്തബന്ധം കൊണ്ടും ഹൃദയബന്ധം കൊണ്ടും ഒപ്പമുള്ളവർ കാണാമറയത്തിലേക്കും. കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടായെന്ന് വരും. പക്ഷേ എല്ലാത്തിനും പര്യവസാനം സ്വർഗീയമായ ആനന്ദപ്രദമായ മക്കളുടെ ജീവിതമാണ്. മക്കളുടെ ജീവിത പ്രശ്നം തന്നെയാണ് ഈശ്വരിയമ്മേ ഈ കുടുംബത്തിൽ സമാധാനമില്ലായ്മയ്ക്ക് കാരണം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പ്രശ്നങ്ങൾ നീളുന്നതല്ലാതെ ഒന്നിനും ഒരു പരിഹാരം ആവുന്നില്ല. അതിനൊരു പരിഹാരമാർഗം ഈശ്വരിയമ്മ പറഞ്ഞു തരണം. എല്ലാ ശാന്തതയ്ക്ക് മുൻപിലും ഒരു യുദ്ധമുണ്ടാകും ഗായത്രിയമ്മേ.
നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കാത്ത മറ്റൊരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ടാവും. അവരെ കണ്ടെത്താൻ ഈ യുദ്ധം അനിവാര്യമാണ്.